കളിക്കാറുണ്ട്. പക്ഷെ മഴ പെയ്യുന്നില്ല. മഴ പെയ്താൽ കളിക്കായിരുന്നു. മഴ പെയ്തിരുന്നെങ്കിലും ഇന്ന് മഴയല്ലല്ലേ? ഞാൻ മഴ ചോദിച്ചാലോ? എടി അപ്പൊ ഇനി എന്ത് പറയണമെന്നറിയോ? നീ കുപ്പിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയണം, പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയണേ. അപ്പൊ മഴ ഇങ്ങനെ പെയ്യും. അപ്പൊ നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണോ? അപ്പം മഴ നിൽക്കും. റെഡി? ഇനി പറഞ്ഞോ. നിൽക്കട്ടെ നിൽക്കട്ടെ മഴ. നമുക്ക് പഠിക്കാൻ പോയിട്ട് റെഡിയാണോ? അടുത്തിലേക്ക് പോവാ. ഒരു കുപ്പി വേണോ, ഒരു മുട്ടസൂചി വേണോ, പിന്നെ തീയും വേണം. ഇതേപോലുള്ളൊരു കുപ്പി വേണം. സാധാരണ പ്ലാസ്റ്റിക് കുപ്പി പോരാ. അരിഷ്ടം ആവുന്നില്ല, അരിഷ്ടം ആയുർവേദ അതേപോലെ ഉള്ള കുപ്പി കൊണ്ടാണ് ഇത് ചെയ്യാൻ വളരെ നന്നാവുക. മറ്റേതാണെങ്കിൽ ഇങ്ങനെ ഞെങ്ങിപ്പോ, ഇതേപോലെ ഞെങ്ങിപ്പോ. ഈ കുപ്പിയാണെങ്കിൽ എന്തായിപ്പോന്നറിയോ? ഞെങ്ങിപ്പോ. ഇതാണെങ്കിൽ നല്ല ഉറപ്പുള്ളതുപോലെ നമുക്ക് പരീക്ഷണം നടത്താൻ നല്ല കുപ്പിയാണ്. ഇതാണ് വേണ്ടത്. സൂചി എന്താക്കി ഇത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാല് ഗ്യാസോ ഇനി മെഴുകുതിരിയോ എന്തോ ഇത് കത്തിക്കാം. എന്നിട്ട് ഈ സൂചി മെല്ലെ ചൂടാക്കുക. ഇത് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഇത് കുട്ടികൾ ചെയ്യരുത്. അമ്മമാരോ ചേച്ചിമാരുണ്ടെങ്കിൽ അവരെ ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഓടിച്ചുണ്ടാക്കണ്ടോ. കണ്ടില്ലേ? അടുപ്പിച്ച് നിങ്ങൾ ചെയ്യരുത്, കുട്ടികൾ ചെയ്യരുത്. വലിയ പിന്നെ അമ്മമാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ ചൂടൊക്കെ പറയാവുന്ന അതാണ്. ഇങ്ങനെ ചെയ്ത ശേഷം ഇവിടെ ഒരു ചെറിയ ഇത്തിരി വലിയ കുറച്ച് കണ്ടോ? ചെറിയ സുമൽപ്പുള്ള റോസ്. ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയാണ് നമ്മൾ പരീക്ഷണം വേണ്ടേ. എന്താ നിൽക്കാതെ? പറഞ്ഞു നോക്ക്. നിൽക്കട്ടെ വേണം നിൽക്കട്ടെ പറയും. ഇന്ന് നിൽക്കുന്നില്ല, ഇന്ന് നിൽക്കുന്നില്ല. എന്താ അത്? എന്താ അപ്പൊ എന്നെ വേദിക്ക് ഇനി നിൽക്കട്ടെ മഴ നിൽക്കേണ്ടത് പറഞ്ഞാൽ മഴ നിന്നില്ല അല്ലേ? മഴ ഇങ്ങനെ പോയിക്കൊണ്ട് പെയ്തുകൊണ്ടേയിരുന്നു. ഇനി എങ്ങനെയാണ് ഞാൻ പറഞ്ഞപ്പോ മഴ എന്ന് പറയണ്ടേ? വെള്ളം നിറച്ചതാ. ഇവിടെ തോന്നില്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ വെള്ളമുണ്ടോ? ഇവിടെ വെള്ളം നിറച്ചിട്ട് എന്തായാലും നോക്കില്ലേ? ഇവിടെ കുഴപ്പമില്ല. ഉണ്ടോ? നമ്മുടെ ഓൾസ് ഉണ്ടെങ്കിൽ അടുക്കി ഈ ഓൾസ് ഒത്തിപ്പിടിക്കുമ്പോ മഴ വരുന്നില്ല. ഇനി പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറ. നിക്കട്ടെ മതി. മതി നിക്കട്ടെ പെയ്യട്ടെ മതി. ഇനി നമ്മൾ ചെയ്ത് നോക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? അതേപോലെ ചെയ്ത് വെള്ളം നിറയ്ക്കേണ്ടിയില്ലേ? ഊരിയെടുക്കുക. ഇത് അടിയിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ഇതേ കൊണ്ടുവയ്ക്കും. ഇതിന്റെ ഉടൻ തന്നെ നാക്കി അടച്ചു വെക്കണത്. എന്നിട്ട് ഈ ഓൾസ് നോക്കി ഈ ഓൾസ് തന്നെ പൊത്തിപ്പിടിക്കാം.
ഇവിടുന്ന് വിടുന്നേരോ എവിടെയാണോ പെയ്യട്ടെ നിൽക്കട്ടെ. ഞാൻ പറയാം മഴ പെയ്യട്ടെ നിൽക്കട്ടെ, പെയ്യട്ടെ നിൽക്കട്ടെ, പെയ്യട്ടെ നിൽക്കട്ടെ, പെയ്യട്ടെ. ആയി ഇതിന്റെ കൂട്ടുകാരെ കാണിച്ചു നിൽക്കണേ കേട്ടോ. അറിയണ്ട് ഇതിന് വെള്ളമില്ലായിരുന്നു. ഈ ഡോൾസ് ഇവിടെ പൊക്കി പിടിച്ചേരം ഒരു തുള്ളി എത്ര ഓട്ടം ഉണ്ടായിട്ട് എത്ര പിന്നെ ദ്വാരം ഉണ്ടായിട്ടും ഹോൾസ് ഉണ്ടായിട്ടും വെള്ളം അതിനെ കൂടെ പോയില്ലല്ലേ? ഇല്ല. ഞാനിവിടുന്ന് വിടുന്നേരാണ്, ഈ കൈ ഇവിടുന്ന് വിടുന്നേരാണ് മഴ പെയ്യുന്നല്ലേ. എങ്ങനെയാണ് കൈയോട് പൊത്തിപ്പിടിക്കുന്നേരം വെള്ളം ഇവിടെ നിന്ന് മഴ പെയ്യാത്തത്? തുറക്കുന്നേരം എങ്ങനെയാണ് മഴ പെയ്യുന്നത് പറയൂ? ഇല്ല. നമുക്ക് ചുറ്റുപാടും വായുണ്ട് അല്ലേ? നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യല്ലേ ഇത് വെച്ച് കൂടാ അല്ലേ? അപ്പോൾ ഈ വായു അന്തരീക്ഷ വായു എന്നാണ് പറയുക. അപ്പോൾ അന്തരീക്ഷ വായു ഇതിൻ്റെ അകത്തേക്ക് കുപ്പിക്കകത്തേക്ക് കയറുമ്പോഴാണ് കയറിയിട്ട് മർദ്ദം പ്രയോഗിക്കാം. അല്ലാതെ എന്തളിയില്ലേ അങ്ങോട്ട് പോയില്ലേ? അതേപോലെ അന്തരീക്ഷ വായു ഞാനിങ്ങനെ തുറക്കുന്നേരം ഈ വായു ഇതിനകത്തേക്ക് കയറും. അപ്പോൾ ആ വായു തള്ളിയിട്ടാണ് വെള്ളം താഴോട്ട് പോകുന്നത്. ഇതൊക്കെ വായു കയറി. അപ്പോൾ ഇത് പൊത്തിപ്പിടിച്ചാലും എന്ത് സംഭവിച്ചത്? വായു കയറിയില്ല, അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോകുന്നു. വെള്ളം ആരാണ് അങ്ങോട്ട് താഴോട്ട് തള്ളുന്നത്? നോക്കിയേ ഇടുമ്പോൾ വായു കയറി എങ്ങനെയാണ് കുപ്പിക്കുന്നത് മഴ പെയ്യുന്നത് കേട്ടോ. അന്തരീക്ഷ വായു ഉള്ളിൽ കയറുന്നവരാണ് വെള്ളം താഴോട്ട് ഉണ്ടാവും. ഈ ടാങ്ക് അത് മുകളിലാകുമ്പോൾ ടാങ്ക് ഉള്ളല്ലേ, ടാങ്കിലേക്ക് കിണർന്ന് വെള്ളം മോട്ടർ വെച്ചടിച്ച് കയറ്റുക. അപ്പോൾ അല്ലേ വലിയ ടാങ്ക് ഉണ്ടെങ്കിൽ മുകളിൽ ആ ടാങ്കിൽ നിന്നാണ് വെള്ളം എല്ലാ പൈപ്പിലേക്കും പൈപ്പ് ഇട്ടിട്ട് പിന്നെ ടാപ്പ് വെച്ചിട്ട് നമ്മൾ വെള്ളം എടുക്കുന്നത്. ആ ടാങ്കിൽ നമ്മൾ ആ ടാങ്ക് നന്നായിട്ട് അടച്ച് നന്നായിട്ട് കാറ്റ് കടക്കാതെ അടച്ചു വെച്ചാൽ നമുക്ക് വെള്ളം കിട്ടുമോ? വെള്ളം കിട്ടുകയാണ്. കാരണം അവിടെ അന്തരീക്ഷ മർദ്ദം വായു മർദ്ദം പ്രയോഗിക്കുന്നില്ല. ശരിക്കും ആ ടാങ്കിൽ അന്തരീക്ഷ മർദ്ദം ഉള്ളതുകൊണ്ടാണ് ആ വെള്ളത്തെ അന്തരീക്ഷ മർദ്ദം ഉള്ളതുകൊണ്ടാണ് വെള്ളം എല്ലാ ടാപ്പിലേക്കും വരുന്നത്. ആ വെള്ളം കൊണ്ട് വരും വായുവാണ്, അന്തരീക്ഷ വായു അല്ലേ? കിട്ടായോ? അപ്പൊ എന്തുകൊണ്ടാണ് കുപ്പിയിലെ വെള്ളം കൊണ്ട് പുറത്തേക്ക് പോകുന്നത്? മർദ്ദിക്കുന്നതുകൊണ്ടാണ്. അതിനാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. എന്താ പറയാ? മൂലമാണ് വെള്ളം താഴോട്ട് വരുന്നത്. ഇപ്പൊ അന്തരീക്ഷ മർദ്ദം ഉണ്ടോ? എന്തുകൊണ്ടാ അല്ലാത്തത്? പൊത്തിപ്പിടിച്ചോണ്ടല്ലേ? പൊത്തിപ്പിടിച്ചുകൊണ്ട് വായു ഉള്ളോണ്ട് കയറുമോ? അപ്പോ വെള്ളം താഴോട്ട് പോകും. ഇപ്പൊ ഞാൻ തുറന്നില്ലേ? അപ്പൊ വെള്ളം താഴോട്ട് മഴ പെയ്യും അല്ലേ? ഇതിനാണ് മഴ പെയ്യും. ഇനി നമ്മൾ ചെയ്ത് പഠിക്കുന്നു ഒന്നും കൂടി. ഒരു മഴന്റെ പാട്ട് പാടിയാലോ? പെയ്യട്ടെ മഴ പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ, അയ്യപ്പ മഴ പെയ്യട്ടെ, ഇടിയും വെട്ടി പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ. ഉണ്ടാക്കി മതിയേ. അപ്പൊ ഈ ഒരു മാജിക് കണ്ടില്ലേ? മഴ സ്വന്തമായി ഉണ്ടാക്കി പെയ്യൂടെ? ചേച്ചിമാരോടോ അച്ഛന്മാരോടോ അമ്മമാരോടോ എന്ന് എപ്പെങ്കിലും ചെയ്തു നോക്കണേ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഷെയർ ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ അച്ഛന്റെ കൂടെയോ അമ്മേന്റെ കൂടെ ചേച്ചീന്റെ കൂടെ സഹായത്തോടെ തന്നെ ഈ പരീക്ഷണം നിങ്ങൾ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കേ.